15-ാം ദിനവും ഷിരൂരിൽ ദൗത്യം ദുഷ്കരം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. 4 ലൊക്കേഷനിലും തെരച്ചിൽ നടത്തിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായില്ല. വെള്ളം കലങ്ങിയത് കാരണം കൂടുതൽ ആഴത്തിലേക്ക് തെരച്ചിൽ നടത്തുന്നത് ദുഷ്കരമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൻ പറഞ്ഞു. ഇന്ന് 6:30 ചേർന്ന മന്ത്രിതല യോഗത്തിനു ശേഷം തെരച്ചിലിന്റെ തുടർച്ചയായ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമെന്നും കാർവാർ MLA അറിയിച്ചു. So thereafter he has tried, and because of this clay water inside, he couldn't found, and inside the water clay is there. On top of the clay, rock is there. On rock again that banyan tree is there. Banyan tree is like this. This is a more than 4 times size of this particular thing. That also he found, and yesterday he struck with some leg or something in that particular banyan tree also. Then he raised the hand, and their rescue team went, and they have taken him back. അതേസമയം ദൗത്യം തുടരണമെന്ന വിജിൻ MLA ആവശ്യപ്പെട്ടു. കാലാവസ്ഥ അനുകൂലമായിട്ടും നേരത്തെ തെരച്ചിൽ നിർത്തിയത് ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടത്തണമെന്ന AKM അഷ്റഫ് MLAയും ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് പറയുന്നൊരു കാര്യം, കേരളം മുഴുവനും നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കിയത് പ്രിയപ്പെട്ട അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് വന്ന ഒരാൾ 10 ദിവസക്കാലം നിന്നത് അർജുനെയും കൂട്ടി ജീവനോട് അർജുനെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അർജുനെയും കൂട്ടി പോകണമെന്നാണ്. ഇനിയിപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഞാനും എൻ്റെ അനുഭവം വെച്ച് CM-ഉമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും CM to CM, കേരള CM, കർണാടക CM, ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു B പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്? വിഷ്ണു, അല്പസമയത്തിനകം തന്നെ കേരള കർണാടക സർക്കാരുകളുടെ ഒരു സംയുക്ത അവലോകന യോഗം എന്തായാലും ചേരും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം. അതായത് ഏതാണ്ട് തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ്, താൽക്കാലികമായി 4 ദിവസം നിർത്തും എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് കാർവാർ MLA സൂചിപ്പിച്ചത്. കർണാടകയിലെ ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള മംഗളവതിയും ആ സൂചനകൾ തന്നെയാണ് നൽകിയത്. തിരച്ചിൽ പൂർണ്ണമായും നിർത്തി എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ആ വരികളിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുഴയിലെ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയ്ക്ക് സമീപത്തു നിന്നാണ്, ഈ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, അതായത് ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യം, ഈ പ്രദേശത്ത് 21 ദിവസം കൂടി മഴ പെയ്യും. അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്ക് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏത് തരത്തിലുള്ള അത്യാധുനിക മെഷീനറികൾ കൊണ്ടുവന്നാലും പുഴയിലെ കുത്തൊഴുക്ക് നിൽക്കാതെ യാതൊരു കാരണവശാലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് കർണാടകയുടെ ഫിഷറീസ് മന്ത്രിയും കാർവാർ MLA സതീഷ് സെയിലും പറഞ്ഞത്. എന്തായാലും ഇന്ന് ഇപ്പോൾ കളക്ടർ അടക്കമുള്ള സംഘം, കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ സംഘം, കർണാടകയിലെ MLA-മാരുടെയും മന്ത്രിമാരുടെയും സംഘം അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിൽ കൂടിയാലോചന നടത്തും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ചില വാർത്തകൾ അനുസരിച്ച് താൽക്കാലികമായി 3-4 ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തിവെക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. പക്ഷേ വളരെ പ്രതിഷേധമായിക്കൊണ്ട് തന്നെ, അതായത് ഈ കർണാടകത്തിലെ ഈ തീരുമാനത്തിൽ പ്രതിഷേധമായിക്കൊണ്ട് തന്നെ ഈ നമ്മുടെ കേരളത്തിലുള്ള MLA-മാർ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിനും പറഞ്ഞു, അതായത് ഈ തെരച്ചിൽ നിർത്തിയതിൽ പൂർണ്ണ വിയോജിപ്പാണുള്ളത്. തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ഈ കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാവുന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമുണ്ട്. നമ്മൾ കാണുന്ന പോലെ തന്നെ ശക്തമായിട്ടുള്ള കുത്തിയൊലിച്ചുകൊണ്ട് തന്നെയാണ് ഗംഗാവലി ഒഴുകുന്നത്. ഒരുപക്ഷെ തുടർന്ന ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും പുഴയുടെ ഗതി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ഈ മന്ത്രിമാരും MLA-മാരടക്കമുള്ളത്, അതായത് കർണാടകയുടെ മന്ത്രിമാരും MLA-മാരടക്കമുള്ളവർ പറയുന്നത്. മാത്രമല്ല ഈ കാർവാർ MLA നേരത്തെ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു ഉപകരണം, അഥവാ മണ്ണുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം കൊണ്ടുവരേണ്ടതുണ്ട്. കാർ മൗണ്ട് ബ്രിഡ്ജ് എന്നാണ് ആ ഉപകരണത്തിന്റെ പേര്. പക്ഷെ അത് ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ 4 ദിവസം ആവശ്യം എടുക്കും. റോഡ് മാർഗം മാത്രമാണ് അത് കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് പറഞ്ഞത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ചേരുന്ന ഈ മന്ത്രിതല അവലോകന യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ആനന്ദ, ഈ ഒരു ദൗത്യം ദുഷ്കരം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളം ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചതിലും ഒരു വിമർശനം അവിടെ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള അടുത്തുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു സൂചനകളൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ടോ?
എന്തായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയും MLA-മാരുടെയും അതായത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തെരച്ചിൽ നിർത്തിവെക്കരുത് എന്നാണ്. പക്ഷേ കർണാടക സർക്കാർ പറയുന്നത് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഈ ഒരു തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അസാധ്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുഴയിലെ കുത്തൊഴുക്ക് ആദ്യം നിൽക്കണം. ഇത് നിലച്ചാൽ മാത്രമേ ശരിക്കും ആ കാര്യമായിട്ടുള്ള തലത്തിലേക്കുള്ള ഒരു തിരച്ചിൽ ഇവിടെ ഇനി സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇത്തരത്തിലുള്ള തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് കർണാടക സർക്കാർ പറയുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും അവസാന തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ്ട് 7 കൂടി തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും സമ്മതിക്കാൻ കർണാടകം തയ്യാറാവുന്നില്ല. അല്പസമയം മുമ്പ് ഫിഷറീസ് മന്ത്രി മംഗളവൈദ്യ പറഞ്ഞത് തന്നെയാണ്. അതായത് താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചോ എന്ന ചോദ്യത്തിന് തിരച്ചിൽ നിർത്തിവെച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ ഈ കുത്തൊഴുക്ക് നിങ്ങൾ കണ്ടില്ലേ, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഈ കുത്തൊഴുക്ക് എന്ന് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ചോദ്യത്തിന് അത് ദൈവത്തിനാണ് അറിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ പുഴയിലെ കുത്തൊഴുക്ക് എളുപ്പത്തിൽ തീരില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. യെസ്, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.